ആരാ അഭിനയിക്കണം അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ ആരോടും ചോദിച്ചില്ല. മോഹൻലാലാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നും തെറ്റി. കാരണം മോഹൻലാലിന്റെ സിനിമയാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ അവിടെ പണ്ടൊക്കെ പേരൊക്കെ എഴുതി വെക്കും. അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന് പേരിട്ടുള്ള സിനിമയിലാണ് ഞാൻ വന്ന് പെട്ടിരിക്കുന്നത്. അതൊക്കെ ഇപ്പൊ BPL മൊബൈൽ ഉണ്ട്, അന്നൊക്കെ 10 രൂപ ഇഷ്ടമുണ്ട്. അത് എനിക്ക് ആനണിച്ചേട്ട തരുന്നത് അൻപെരുമ്പോര്. അത് ലാലേട്ടർ ഉപയോഗിച്ച ഫോണായിരുന്നു. ലാലേട്ടർ വേറൊരു ഫോണിലേക്ക് മാറിയപ്പോൾ എനിക്ക് അന്നൊരു 4500 കൊടുത്തിട്ട് ഞാൻ ആ ഫോൺ വാങ്ങിച്ചു. അപ്പൊ അന്ന് അമ്മന്റെ ടേസ്റ്റിലേക്ക് കൊണ്ടുവരാൻ കൊടുക്കാനുള്ള ഇപ്പൊ അത്രയും നാൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അമ്മന്റെ ഒരു ടേസ്റ്റിനെ അനുസരിച്ച് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചായിരുന്നു. അപ്പൊ അമ്മ ഒരു റെഫറൻസുകൾ കാണിച്ചിരുന്നു. അപ്പൊ ആ റെഫറൻസ് തന്നെ ആ കാണിക്കുന്ന റെഫറൻസിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് സിനിമയിലുള്ളതായിരിക്കും, നമുക്ക് ഇവിടെ കിട്ടണമെന്നില്ല. പക്ഷെ അതിനോട് തുല്യമുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളോ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അത് ആ സ്ഥലത്തിനകത്ത് ആപ്റ്റായി വരുന്നത്. അങ്ങനെയാണ് ഫോർട്ട് കൊച്ചി പോകുന്ന ആൾക്കാർക്ക് എല്ലാവരും കാണാൻ പറ്റുന്ന സ്ഥലത്താണ് വീട് ഇരിക്കുന്നത്. പക്ഷെ ഇതുവരെയും വേറൊരു ആംഗിളിൽ ആ വീട് കണ്ടിട്ടില്ല. പക്ഷെ അത് കാണിച്ചത് അമൽ തന്നെ. അത് റിയൽ കണ്ടായിരുന്നു. ആളിയാർ എന്ന് പറഞ്ഞ കാച്ച്മെന്റ് ഏരിയയിലാണ് നമ്മൾ പുഴത്തിരം കാണിക്കുന്നത്. അക്കരയും ഇക്കരയൊക്കെ ഒരു സ്ഥലത്ത് തന്നെ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും പേടി ഉണ്ടായിരുന്നു, പക്ഷെ ലാലേട്ടനെ പേടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഒരു സെക്യൂരിറ്റി ഇല്ലാണ്ട് ലാലേട്ടനൊക്കെ അതൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. അടുത്ത തീർച്ചയായിട്ടും വരാൻ പോകുന്നത് ഒരു മൾട്ടി സ്റ്റാർ പടം തന്നെയാണ്. അതിന്റെ ഔദ്യോഗികമായിട്ട് അനൗൺസ്മെന്റ് നടന്നിട്ടില്ല. മഹേഷ് നാരായൺ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. അതിലെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ദ ക്യൂ ഷോ ടൈമിൽ ജോസഫ് നെല്ലിക്കൽ, വെൽക്കം. ഒരു സീക്വൻസിങ് തുടങ്ങാം. എനിക്കൊന്ന് ഈ ആർട്ട് ഡയറക്ടർ എടുക്കുന്ന എഫേർട്ടുകൾ കൃത്യമായിട്ട് നമ്മളേക്ക് കിട്ടുന്നതിൽ എൻ്റെ വിഷ്വലിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഈ അൻവറിലെ ഷാജിയെ കാണാൻ പോകുന്ന സീക്വൻസ്. അത് ഭയങ്കര രസമായിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. അൻവർ വരുന്നു, നടന്ന് കയറുന്നു, മുകളിലത്തെ ആ സ്പേസിലെത്തുന്നു, ഒരു കോൺവെർസേഷൻ. അവിടുന്ന് ഷാജിയോടെ പറയുള്ളൂ, നീ ഷാജിയോടെ പറയുള്ളൂ, ഞാൻ ആ ഷാജി പറയുമ്പോൾ അടിച്ചിടുന്നത്, ആ ടേബിള്, ആ ഫൈറ്റ് സീക്വൻസ്, അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? അത് മട്ടാഞ്ചേരിയിലായിരുന്നു. ആക്ച്വലി മട്ടാഞ്ചേരിക്കകത്താണ്. അപ്പോൾ ഈ അമൽ നീരത്തിനൊരു ഗുണമുള്ള വെച്ചാൽ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സ്പേസ് പുള്ളിക്ക് എപ്പോഴും എല്ലാ സ്ഥലവും അറിയാവുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പടങ്ങളവിടെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അൻവറിന് വേണ്ടിയിട്ട് ഈ ഒരു ലൊക്കേഷൻ കണ്ടത് ഒരു ഒഴിഞ്ഞൊരു ബിൽഡിംഗ് ആയിരുന്നു ആക്ച്വലി. ഇപ്പോൾ ബിൽഡിംഗ് ഇല്ല, എനിക്ക് തോന്നാം ബിൽഡിംഗ് എല്ലാം പൊളിച്ചു ഇപ്പോൾ ഓൾറെഡി. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ സ്റ്റെപ്സ് കയറി മുകളിൽ ചെല്ലുമ്പോഴത്തേക്കും ഓപ്പൺ ഹാളാണ് ആക്ച്വലി. എപ്പോഴും നമുക്ക് സിനിമക്ക് ഒരു ഫ്രെയിം വെക്കുമ്പോഴത്തേക്കും ആ ഫ്രെയിം എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് ഭംഗിയുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ കുറച്ച് നമുക്ക് എന്തെങ്കിലും റൂഫ് ഒരു ചാക്ക് ഇട്ട് കവർ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ചാക്കുകളുണ്ട്, പകരം റൂഫിലിടാൻ പോകുന്ന ചൗക്കുകൾ കിട്ടണം. അങ്ങനെ അതിന് മൊത്തം ലൈനായിട്ട് നമ്മളൊരു സാധനം കൊണ്ട് ഇത് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ആ ഒരു ബിൽഡിങ്ങിനകത്ത് കിടക്കുന്ന പഴയ തരത്തിലുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ആ ടേബിളിൽ നമ്മളൊരു അത് കൊണ്ടുവന്നിരുന്നത് അവിടത്തേക്ക്. കാരണം ആ ഒറ്റയടിക്ക് ആ ടേബിളിലേക്ക് അടിച്ചിടുന്ന ഒരു സാധനം വരുന്നത്. അങ്ങനെയാണ് ആ സാധനം കൺസീവ് ചെയ്തുകൊണ്ട് ഒരു സീനിലേക്ക് അങ്ങനെ പോയത്. അപ്പൊ അതില് അപകടം ഒന്നും പറ്റാത്ത രീതിയിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാം. അതിപ്പോ എപ്പോഴും നമ്മൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഫൈറ്റ് സീക്വൻസ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ആർട്ടിസ്റ്റിന് ഹാം ആകാൻ പറ്റാത്ത വിധത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റഫായിട്ടുള്ള സാധനം ആദ്യം കാണിക്കുമ്പോൾ റഫായിരിക്കുള്ളൂ, പക്ഷെ അടിക്കുമ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ അമലിനെ സംബന്ധിച്ചാൽ അമലിന്റെ ഓരോ അടിക്കും പീസായിട്ട് തെറിച്ചു പോകും. അപ്പോൾ സാധാരണ സിനിമകളിൽ ചിലപ്പോൾ സ്റ്റണ്ട് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോഴാണ് പിന്നെയും അങ്ങനെ ഒരു സ്ലോ മോഷൻ എല്ലാ സിനിമയിലും വന്നു തുടങ്ങിയത്. പണ്ട് അങ്ങനെയല്ല, അമലിന്റെ എല്ലാത്തിനകത്തും ശരിക്കും ഉള്ളതുകൊണ്ട് ഡീറ്റെയിൽസ് കൂടും. അപ്പോൾ നമുക്ക് ഒരു പ്ലാങ്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്ലാങ്ക് നമ്മൾ ഡമ്മി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെച്ച് പീസാക്കിയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോഴാണ് അത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും പീസുകൾ പുറത്തേക്ക് വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു സിനിമയിലാണെങ്കിൽ അങ്ങനെ ഒരു ഇത് എപ്പോഴും അമലിന്റെ പടത്തിലാണ് കൂടുതൽ അങ്ങനെ ചെയ്തു തുടങ്ങിയത്. അങ്ങനെ ഒരു സാധനം ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒളിമ്പ്യൻ അന്തോണിയാണല്ലോ തുടങ്ങുന്നത്. ഞാൻ ആക്ച്വലി ചോദിക്കാനുള്ളത്, മുത്തുരാജാണ് അതിന്റെ ആർട്ട് ചെയ്യുന്നത്, അവിടെ ആർട്ടിസ്റ്റിന്റെ ആയിട്ട് വരുന്നു. അതും വലിയ സിനിമയായിരുന്നു. കൂടുതൽ ഒറ്റ ലൊക്കേഷൻ ആണെങ്കിൽ കൂടി അത് വലിയ ലൊക്കേഷനാണല്ലോ. ഇപ്പൊ പ്രിൻസിപ്പാളിന്റെ റൂം ആവട്ടെ, ഗ്രൗണ്ട് ആവട്ടെ, കുട്ടികളാവട്ടെ, ലാബ് ആവട്ടെ, ഇതിന് ഭയങ്കരമായിട്ട് പണിയെടുക്കാനുള്ള ഏരിയ കൂടുതലാണ്. ഈ ഫസ്റ്റ് ആ ലൊക്കേഷനിൽ ചെന്ന് ചെയ്ത ആദ്യത്തെ പണി എന്തായിരിക്കും? ആക്ച്വലി ആ സിനിമ വരുന്ന തൊട്ടുമുമ്പ് ഞാൻ മുത്തുരാജനെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കാരണം അപ്പോൾ ഞാൻ 2 ഇംഗ്ലീഷ് ഫിലിം ഇറക്കിയിരുന്നു. അതിനിടക്കാണ് പുള്ളി എന്നെ വിളിച്ചത്. അപ്പോൾ ജോസഫാണോ? അതെ ജോസഫ് പറഞ്ഞു. താടി ഉണ്ടോന്ന് ചോദിച്ചു. അമ്മ താടി ഇല്ലാന്ന് പറഞ്ഞു. താടിയൊക്കെ വരുന്നുള്ളൂ, മുളച്ചു വരുന്നുള്ളൂ. താടി ഇല്ലെങ്കിൽ കയറി പോകുന്നു പറഞ്ഞു കുടമ്പക്കത്തേക്ക്. ചോദിച്ചാൽ എന്താ സാർ താടി? അല്ല വേറൊരു ജോസഫ് ഉണ്ട് താടിയുള്ള, പുള്ളി ഇത്തിരി ഫ്രോഡാണെന്ന് അറിയാം, അതുകൊണ്ടാണ് വരണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളിയുടെ കേട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ എന്നോട് കോടമ്പാക്കത്ത് പിറ്റേ ദിവസം തന്നെ അന്ന് തന്നെ വൈകിട്ട് കയറാൻ പറയുന്നു. അപ്പോൾ നമുക്കൊരു പരിചയമില്ല കോടമ്പാക്കം.
പണ്ട് പറയുന്ന പോലെ കോടമ്പക്കത്തിലൊരു വണ്ടി കയറി എന്ന് പറയുന്ന പോലെ ഞാനും വണ്ടി കയറി അന്ന് വൈകുന്നേരം മദ്രാസിലോട്ട്. അപ്പോൾ അന്ന് നമ്മൾ പോകുമ്പോഴത്തേക്കും ലോക്കൽ കമ്പാർട്ട്മെന്റ് എടുത്തിട്ടാണ് പോകുന്നത്, ഇരിക്കാൻ സ്ഥലമില്ല, ബാത്റൂമിന്റെ സൈഡിൽ ഇരുന്നൊക്കെയാണ് പോയത്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിറ്റേ ദിവസം നമുക്കൊരു ഉമാ ലോഡ്ജ് എന്ന സ്ഥലത്താണ് താമസം അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോഴും ഡയറക്ടർ കണ്ടിട്ടില്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു വണ്ടി വന്നു, അംബാസഡർ കാർ വന്നു, ജോസഫ് ആണെന്ന് വെച്ചാൽ അതേന്ന് പറഞ്ഞു, കയറാൻ പറഞ്ഞു, കയറി. അപ്പോഴും നമുക്ക് ഏതാ സിനിമയെന്നോ എങ്ങോട്ട് പോകണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അവസരം നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. കയറാൻ പറഞ്ഞു, കയറി, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ബിൽഡിങ്ങിലേക്കാണ് കാർ എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് നിറയെ ക്രൗഡ്, വണ്ടികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോഴും സിനിമ എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആരും പരിചയക്കാരില്ല, എല്ലാം അപരിചിതരായിട്ടുള്ള ആൾക്കാർ, തമിഴന്മാരും ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ഓരോരുത്തർ പരിചയപ്പെട്ട് തുടങ്ങുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഇത് ഭദ്രൻ മാട്ടൽ എന്ന് പറയുന്ന ഡയറക്ടറുടെ സിനിമയാണ്. അപ്പോൾ നമ്മൾ പേടിച്ചു, കാരണം പടിയൊക്കെ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സിനിമയാണ്. അപ്പോൾ ഞാൻ അന്വേഷിക്കുന്നത് ആർട്ട് ഡയറക്ടറെയാണ്. അദ്ദേഹം ചോദിച്ചു പറഞ്ഞു അദ്ദേഹം ഇവിടെ ഇല്ല. അപ്പം അന്ന് സിനിമ തുടങ്ങുകയാണ്. അന്നത്തെ ദിവസം പുള്ളി ഇല്ല, പുള്ളി ചന്ദ്രനക്കുതിക്കിലോ ആ സിനിമ എനിക്ക് തോന്നുന്നു. അതിൻ്റെ ലൊക്കേഷൻ കണ്ടോ പരിപാടികളൊക്കെ ആയിട്ട് ഷൂട്ടൊക്കെ ആയിട്ട് പുള്ളി അവിടെ എല്ലാം പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു കോൾ വന്നപ്പോഴത്തേക്ക് എടാ ഇത് ആരാ അഭിനയിക്കണം എന്ന് അറിയാമെന്ന് വെച്ചാൽ ഞാൻ ആരോടും ചോദിച്ചില്ല, മോഹൻലാലാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി തെറ്റി, കാരണം മോഹൻലാലിൻ്റെ സിനിമയാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ അവിടെ പണ്ടൊക്കെ പേരൊക്കെ എഴുതി വെക്കും. അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന് പേരിട്ടുള്ള സിനിമയിലാണ് ഞാൻ വന്നു പെട്ടിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ സാർ പറഞ്ഞു ചേട്ടാ ഞാൻ വരാൻ 3 ദിവസം കൊടുക്കും, ഞാൻ അവിടെ അസിസ്റ്റേറ്റസ് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞുതരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ സിനിമകളിൽ അല്ലെങ്കിൽ സിനിമകൾ ചെയ്തിട്ടില്ല, പക്ഷേ ടെലിഫിലിംസിനകത്തൊക്കെ ചെയ്ത് എനിക്ക് പരിചയമുള്ളതുകൊണ്ട് എനിക്കത് ഈസി ആയിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാലുവെക്കുന്നത് മലയാള സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഒളിമ്പ്യൻ അന്തോണി ആദത്തിലായിരുന്നു. ആ സിനിമ 8 മാസത്തോളം ഉണ്ടായിരുന്നു ആ സിനിമ. അപ്പോൾ 8 മാസം കണ്ടിന്യൂസ് ആയിട്ട് ആ സിനിമ വർക്ക് ചെയ്തു. ഏർക്കാടും പിന്നെ കോയമ്പത്തൂർ, ഏർക്കാട്, മദ്രാസും എങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. കുറച്ച് നമ്മൾ കൊല്ലത്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവം എന്താ വെച്ചാൽ അതിനകത്ത് നല്ല ബഡ്ജറ്റ് ഉണ്ട്. കാരണം അന്ന് ഒരു 1.5 കോടി ബഡ്ജറ്റ് എന്ന സിനിമയാണ്. അതെ, പ്രണവമായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ. ആദ്യം വേറൊരു പ്രൊഡ്യൂസറായിരുന്നു, അദ്ദേഹം വിട്ടതിന് ശേഷം ലാലേട്ടൻ പടം ഏറ്റെടുത്തു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും 8 മാസം കൊണ്ട് വലിയൊരു സിനിമയിൽ എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് പഠിച്ചു. അതായത് ഇഷ്ടംപോലെ സെറ്റുകളുണ്ടായിരുന്നു, ഹോസ്പിറ്റലുകളും ടണലും അങ്ങനെ അതിൻ്റെ കണ്ടെയ്നർ വരുന്ന സാധനങ്ങളും അങ്ങനെ കുറേ സെറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ പൈസ ഉണ്ടെങ്കിൽ ഭംഗിയായിട്ട് സെറ്റിലാമെന്ന് പഠിച്ചത് ഒളിമ്പ്യൻ അന്തോണി ആദത്തിലാണ്. അതെ. അങ്ങനെ ഒരു നല്ലൊരു എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് ഒരു സാലറി കിട്ടുന്നത് ടോട്ടൽ പടം വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു 8,000 രൂപ അടുത്ത സാലറി കിട്ടുന്നത്. അതിനകത്ത് അന്നൊക്കെ പൈസ വളരെ കുറവാണല്ലോ, അതൊന്നും പ്രതീക്ഷിച്ചല്ല പോയിരിക്കുന്നത്. പക്ഷെ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. ഇവിടെയൊക്കെ ഇപ്പോൾ BPLന്റെ മൊബൈൽ ഉണ്ട്, അന്നൊക്കെ 10 രൂപ ഇഷ്ടമാണ്. അത് എനിക്ക് ആനണിച്ചേട്ടൻ തരുന്നത് ആൻപെരുമ്പോര്. അത് ലാലേട്ടൻ ഉപയോഗിച്ച ഫോണായിരുന്നു. ലാലേട്ടൻ വേറൊരു ഫോണിലേക്ക് മാറിയപ്പോൾ എനിക്ക് അന്നൊരു 4,500 കൊടുത്തിട്ട് ഞാൻ ആ ഫോൺ വാങ്ങിച്ചു. അപ്പോൾ ശമ്പളത്തിന്റെ പകുതി ഞാൻ അതിനകത്ത്. അപ്പോൾ എനിക്കത് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു ഒളിമ്പ്യൻ അന്തോണി. അതിൽ തന്നെ കുറെ കുഞ്ഞു കുഞ്ഞു ക്യൂരിയോസിറ്റികളുണ്ടല്ലോ ഈ ഒളിമ്പ്യൻ അന്തോണിയകത്തില്. അതിലെങ്കിൽ അന്ന് നമ്മൾ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ പെട്ടി തുറന്നിട്ടുള്ള ഫോൺ ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അത് എനിക്കും പുതുമയാണ്, കാരണം നമ്മൾ കണ്ടിട്ടില്ല വീഡിയോ കോൺഫറൻസ്. അപ്പോൾ ഭദ്രൻ സാറ് പറഞ്ഞു തന്നാടെ ഇങ്ങനെ ഒരു സംഭവം, കുറച്ച് ഒരു 1-2 ഇംഗ്ലീഷ് സിനിമയുടെ റെഫറൻസ് കാണിച്ചു തന്നു. അപ്പോൾ അതുപോലെ വേണ്ട നിങ്ങളുടെ ഐഡിയയിലൊരു സാധനം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം മുത്തുരാജ് സാർ അറേഞ്ച് ചെയ്ത് തരും. എന്നാലും അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലിങ്ങിന് പോകുമ്പോൾ നമ്മൾ അസിസ്റ്റന്റ് അഡ്രസ് തന്നെ നോക്കണം. അപ്പോൾ അന്ന് ഇന്റർനെറ്റ് തുടങ്ങി വരുന്ന സമയമാണ്, പക്ഷേ ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ 100 ഫീറ്റ് എന്നുള്ള സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ഒരു ഇന്റർനെറ്റ് കഫേ പോയി നിന്നിട്ടാണ് എല്ലാം തപ്പിയെടുക്കുന്നത്, എല്ലാ കണക്ഷൻസ് എടുക്കുന്നത്. അങ്ങനെ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ബോക്സിനകത്ത് സാധനം വരുന്ന സാധനം ചെയ്യാൻ. അപ്പോൾ സാറ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഒരു ബോക്സ് ഉണ്ടാക്കുന്നത്. പക്ഷേ അന്നത്തെ ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് ഇപ്പോൾ സിനിമ ആണെന്ന് പറയാൻ പറ്റുക, ക്യാമറ കയറിയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇളകിയിടയ്ക്ക് അന്ന് ജനങ്ങൾക്കത് പുതുമയായിരുന്നു. അന്ന് ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്തില്ല. കാരണം പിന്നീട് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് വീഡിയോ കോൺഫറൻസ് എന്ന സാധനം മലയാളികൾ കാണുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് അന്ന് ആ പടത്തിനുണ്ടായിട്ടുള്ള പരാജയം. പക്ഷേ കുറെ ടെക്കി സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ കുറെ കൂടി എനിക്ക് പഠിക്കാൻ പറ്റിയായിരുന്നു ആദ്യത്തെ സിനിമയിൽ. അതെ, അത് ഭയങ്കരമായിരുന്നു. കാരണം ഇപ്പൊ നമുക്ക് ഒരുപാട് ഗമ്മുകൾ കിട്ടും, നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ഗ്ലാസുകൾ കിട്ടും. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, കാരണം അന്ന് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ടാക്കാൻ വലിയ പണിയായിരുന്നു. ഫൈബർ കൊണ്ടാണ് ഉണ്ടാക്കിയത്, ബ്രേക്ക് ചെയ്യും വേണം. അപ്പോൾ അത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു ആ ഗ്ലാസിനകത്ത് തന്നെ ചെറിയൊരു ക്യാപ്പ്, ഒരു മോതിരത്തിന്റെ റിങ് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ വിരൽ കയറ്റിയതിന് ശേഷമാണ് കയ്യിൽ വെച്ചിട്ട് സാധനം ഒട്ടിയ പോലെ കാണിക്കുന്നത്. അപ്പോൾ അന്ന് ക്യോക്സ് ഫ്രേ അങ്ങനെ എന്താ പേരിലാണ് ഈ ഒരു ഗമ്മ് കാണിക്കുന്നത്. അപ്പോൾ ഈ സാധനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ ഉപയോഗിച്ചില്ലെങ്കിൽ സാധനം മെൽറ്റായി പോകുന്ന മെറ്റീരിയൽ അന്ന് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ഐസ് ക്യൂബിനകത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് സാധനം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ
ക്രിസ്റ്റൽ ക്ലിയർ അല്ല. ഇപ്പം ഇന്ന് നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആണ്, പക്ക ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള. അന്ന് അതല്ല, അതുകൊണ്ട് ഇപ്പോൾ സിനിമ പറയാൻ പറ്റും ഒരു ഫെയ്ഡ് ഉണ്ട് ആ ഗ്ലാസിനകത്ത്, അടിക്കുമ്പോൾ തൊട്ട് മുമ്പുള്ളതിനകത്ത് ഒരു ഫെയ്ഡ് ഉണ്ട്. അപ്പോൾ അതുവരെയും പുള്ളി ഒറിജിനൽ ഉപയോഗിച്ചിട്ട് അടിക്കുന്ന സമയത്ത് ആ ഫേക്ക് ആയിട്ടുള്ള സാധനം ഒളിമിനെന്ന് അതൊക്കെ പറയുന്നു, കരിയറിന് തുടക്കമൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ജേണി, സിനിമാറ്റിക് ജേണിയിലെ ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴും ഫ്യൂവൽ എന്ന് പറയുന്നത് നല്ലൊരു കമ്പാനിയൻ എന്നുള്ളതാണല്ലോ. എല്ലാ ടൈം പീരീഡിലും അമൽനീരതായിട്ടുള്ള സൗഹൃദം ഭയങ്കര പ്രധാനപ്പെട്ടതായി കണ്ടിട്ടുണ്ട്. മുതൽ ഇങ്ങോട്ടേക്കുള്ള ജേണിയില് അമലിന്റെ ജേണിയിലും ഈ പറയുന്ന ജോസഫ് നിലയ്ക്കൽ കൂടെയുണ്ട്. നിങ്ങൾ എവിടെ സ്പ്ലിറ്റ് ആയി കണ്ടിട്ടില്ല. ഈ കമ്പാനിയൻഷിപ്പ് അത് കൂടെ ഒരാൾ യാത്രയിലുള്ളത് അത് ശരിക്കും എങ്ങനെയാ? അതായത് എനിക്ക് ഞാൻ അമലിനെ പരിചയപ്പെടുന്നത് ഒരു 94-95 ഉണ്ടായിരുന്നു. ആ സമയത്ത് അമലിനത് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പഠനം കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു, ഞങ്ങളൊരു ഓസ്ട്രിയൻ ടെലിവിഷന് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യേണ്ടായിരുന്നു. ഒരു അത് ഇന്ത്യയിൽ പല സ്ഥലത്തും പോയിട്ടുള്ള ഷൂട്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കൽക്കട്ടയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമലാണ് ഞങ്ങളോട് വന്നിരുന്നത്. അങ്ങനെയാണ് അമലിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ അമലിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയിട്ട് ഇടുന്നൊരു വർക്ക് അമലിനായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ടീമിനെ കണ്ടു. അന്ന് അതിൻ്റെ ഡയറക്ടർ ലിയോ തദേവസ് എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു. പിന്നീട് അമൽ എറണാകുളത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമൽ ഒരുപാട് പരസ്യചിത്രങ്ങളുണ്ടായിരുന്നു. അപ്പം അന്ന് ആടുകൾ ഒരുപാടുണ്ട്. അപ്പം അന്ന് എന്നെ പരിചയമുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പം അമലിൻ്റെ ടേസ്റ്റ് എനിക്ക് മനസ്സിലായി തുടങ്ങിയായിരുന്നു. അതിനിടയ്ക്ക് അമൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് തുടങ്ങി, അമൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമാറ്റോഗ്രാഫി തുടങ്ങി, ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമ തുടങ്ങി. അപ്പോൾ ഞാൻ പോയി കാണാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അമൽ പറയും നമ്മുടെ പടം വരുന്നുണ്ട്, ഒരു ഡയറക്ഷനാണ്. അപ്പോൾ അമലിന് എപ്പോഴും പഠിക്കാൻ വേണ്ടി പോയത് അമൽ ഡയറക്ഷൻ കോഴ്സ് ആണെങ്കിലും കിട്ടിയത് ക്യാമറയായിരുന്നു. അങ്ങനെയാണ് സിനിമാറ്റോഗ്രാഫിയിലൊക്കെ അമൽ കയറുന്നത്. പിന്നെ രാംഗോപാൽ വർമ്മയുടെ കൂടെ കൂടി അങ്ങനെ വേറൊരു മുഖച്ഛായ മാറിയായിരുന്നു അമലിൽ. ആ സിനിമയിൽ ബിഗ് ബിയിലോട്ട് വന്നപ്പോഴത്തേക്കും ഇതുപോലെ ഡയറക്ഷൻ ഒരു സിനിമ വരുന്നുണ്ടെന്ന് പറയുകയും അങ്ങനെയാണ് ബിഗ് ബിയിലോട്ട് ഞങ്ങൾ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് കഥയെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ ഇതുവരെ കേൾക്കാത്തൊരു കഥയായിരുന്നു. അപ്പോൾ ഇത് വിജയിക്കുമോ എന്നുള്ളതൊന്നും നമുക്കൊന്നും ഉറപ്പൊന്നുമില്ലായിരുന്നു. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചി ആയിരുന്നു. അപ്പോൾ അന്ന് അമലിൻ്റെ ടേസ്റ്റിലേക്ക് കൊടുക്കാനുള്ള ഇപ്പോൾ അത്രയും നാൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അമലിൻ്റെ ഒരു ടേസ്റ്റിനെ അനുസരിച്ച് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചായിരുന്നു. അപ്പോൾ അമൽ ഓരോ റെഫറൻസുകൾ കാണിച്ചിരുന്നു. അപ്പോൾ ആ റെഫറൻസ് തന്നെ കാണിക്കുന്ന റെഫറൻസിന് ചിലപ്പോൾ ഇംഗ്ലീഷ് സിനിമയിലുള്ളതായിരിക്കും, നമുക്ക് ഇവിടെ കിട്ടണമെന്നില്ല. പക്ഷേ അതിനോട് തുല്യമുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളോ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അത് ആ സ്ഥലത്തിനകത്ത് ആപ്റ്റായി വരുന്നുണ്ട്. അങ്ങനെയാണ് അമലുമായിട്ട് ആ ടേസ്റ്റിൽ വിരിച്ചത്. പിന്നീട് അൻവർ ചെയ്തു, പിന്നെ ബാച്ച് പാർട്ടി ചെയ്തു. അങ്ങനെ കുറച്ച് സിനിമകളിൽ കൂടെ നിൽക്കാൻ സാധിച്ചത് ഈ ഒരു അമല ടേസ്റ്റ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ബിഗ് ബി പറയുമ്പോഴേ ഫോർട്ട് കൊച്ചി ഭയങ്കര കോമൺ ആയിട്ടുള്ള സ്ഥലമാണ്, നമ്മളൊക്കെ പോകുന്ന കാണുന്ന അറിയുന്ന സ്ഥലമാണ്. ബിഗ് ബിയിൽ വരുമ്പോൾ ഫോർട്ട് കൊച്ചിയെ റീഇൻവെന്റ് ചെയ്യണല്ലോ, അതിനെങ്ങനെ പുതിയതായി കാണിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ഒരു അന്നത്തെ ഒരു റെക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഫോർട്ട് കൊച്ചിയിലൊക്കെ? റെക്കി കാണിക്കുമ്പോൾ ഇപ്പൊ നമ്മള് സ്ഥിരം കാണുന്ന ഒരുപാട് ലൊക്കേഷൻ തന്നെയാണ് വീണ്ടും റെക്കിക്ക് വേണ്ടി പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇപ്പം നമ്മളെല്ലാം കണ്ടിരിക്കുന്ന ഒരു ഫോർട്ട് കൊച്ചി ഉണ്ടല്ലോ, ആ കണ്ണിലൂടെ തന്നെയാണ് ഞാനും കണ്ടിരുന്നത്. പക്ഷേ അമലിന്റെ കണ്ണതല്ലായിരുന്നു. കാരണം അമൽ കണ്ടിരുന്ന ആംഗിളുകൾ എല്ലാം വ്യത്യാസമാണ്. കാരണം ഒരു സിനിമാറ്റോഗ്രാഫർ ഡയറക്ടറായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം ആ സിനിമയിൽ എല്ലാ ഓഡിയൻസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വാസ്കോഡി ഗാമ താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന വീടാണ് നമ്മൾ ബിലാഡുമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ആ വീട് എല്ലാവരും കാണുന്നതാണ്. കാരണം അവിടെ ഫോർട്ട് കൊച്ചി പോകുന്ന ആൾക്കാർക്ക് എല്ലാവരും കാണാൻ പറ്റുന്ന സ്ഥലത്താണ് വീട് ഇരിക്കുന്നത്. പക്ഷെ ഇതുവരെയും വേറൊരു ആംഗിളിൽ ആ വീട് കണ്ടിട്ടില്ല. പക്ഷെ അത് കാണിച്ചത് അമൽ തന്നെയാണ്. അങ്ങനെ അവിടുത്തെ ലില്ലി സ്ട്രീറ്റ് ആയിക്കോട്ടെ, അവിടുത്തെ ഒരുപാട് സ്ട്രീറ്റുകൾ അമൽ കാണിച്ചിരിക്കുന്നത് വേറൊരു ആംഗിളിലൂടെയാണ്. അപ്പോൾ അതിനെന്ത് ആംഗിൾ എന്ന് പറയാൻ വേണ്ടി പറയും. ചിലപ്പോൾ ഒരു ലോ ആംഗിൾ, എനിക്കൂടെ കുറേയൊക്കെ ലോ ആംഗിൾ ഷോട്ട്സുകൾ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ബിഗ് ബിയിലായിരുന്നു. അപ്പോൾ ആ വീടിന്റെ ഒരു വലിപ്പം നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. അത്രയും കാലങ്ങളുടെ മലയാള സിനിമയിലെ വരിക്കാശ്ശേരിമാര പറയുന്ന പോലെ നമുക്ക് ഈ ബിഗ് ബി ഇപ്പോഴും ജനങ്ങൾ വന്നിട്ട് ബിഗ് ബിയുടെ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള സിനിമയെ മറ്റൊരു കണ്ണിലൂടെ കണ്ടതാണ് അമൽനീരത്. അതാണ് ആ ബിഗ് ബിയിൽ നമ്മളും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ബിഗ് ബിയിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര രസമുള്ള പോർഷൻ ആയിട്ട് ആ ഗ്യാരേജിലെ ഫൈറ്റ് ഉണ്ടല്ലോ കൊച്ചി വഴി വെച്ചാൽ, അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാളിങ്ങനെ അടിച്ച് ഹെഡ്ലൈറ്റിൽ വന്ന് തല ഇടിച്ച് വീഴുന്നുണ്ടല്ലോ. അവിടെ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസിന് പ്രാധാന്യമുണ്ട്. ഈ ആ ഒരു ഫൈറ്റ് സീക്വൻസിന്റെ ലൊക്കേഷനും സെറ്റപ്പ്. അല്ല, അതാ പറഞ്ഞു. അതായത് നമ്മൾക്ക് ഓരോ സമയത്ത് ചെയ്യുമ്പോഴത്തേക്കും അമല് കൊടുക്കുന്ന ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ. ഇപ്പൊ ആ വണ്ടിക്കകത്ത് അടിച്ചു വരുമ്പോഴത്തേക്കും അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ കൊടുക്കുന്ന ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ, അതിനും ഡീറ്റെയിൽസ് പോകുന്നത്. കാരണം ബിഗ് ബിയിലാണ് കൂടുതലും ഈ പറഞ്ഞ അമലിനീരത് സ്ലോ മോഷൻ ആളാണെന്നുള്ള മനസ്സിലാക്കി തുടങ്ങുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സാധനം ചോദിക്കുമ്പോൾ അപ്പോൾ നമുക്ക് അറിയില്ല എന്തിനാണ് ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. പക്ഷെ പിന്നീട് ആ ടേക്കിങ്സിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ഡീറ്റെയിൽഡ് ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഓരോ പ്രോപ്സ് കൊടുക്കുമ്പോഴും ആ ഡീറ്റെയിൽ കൊടുത്തിട്ട് തന്നെയാണ് ആ പടത്തിൽ ത്രൂ ഔട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അതിലിപ്പോ എനിക്ക് തോന്നുന്നു വെപ്പൺസും ഭയങ്കര രസമാണല്ലോ. ഏറ്റവും ഐക്കോണിക്സ് ആണ് ഈ ഒറ്റ പേര് പറയുന്നത് മുന്നേ ഷോട്ട് ഗൺ റീലോഡ് ചെയ്തത്. അത് റിയൽ ഗണ്ണായിരുന്നു. അത് റിയൽ ഗണ്ണായിരുന്നു. നമുക്ക് റിയൽ ഗണ്ണ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് സാധനം കാണുന്നത്. ഞാനൊക്കെ അന്ന് വർക്ക് ചെയ്യുമ്പോൾ കാണുന്ന ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഇതിലൊക്കെ എക്യുപ്മെന്റിലൊക്കെ വർക്ക് ചെയ്തിരുന്നത്. ഗൺസ് അതിനൊരു വേറൊരു സെപ്പറേറ്റ് ടീം ഉണ്ടായിരുന്നു. അതായത് ഗണ്ണിന് എപ്പോഴും കൊണ്ടുവരുമ്പോഴത്തേക്കും ഗണ്ണിന് ലൈസൻസ് ഉള്ള ആൾക്കാർ വേണം. അപ്പോൾ അത് നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്നതല്ല, പക്ഷെ അതിനോട് ക്ലബ് ചെയ്ത് വരുന്ന ഒരു ഗ്രൂപ്പാണ്. അതിന്റെ ബ്ലാസ്റ്റ് ചെയ്യുന്ന ടീമുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗൺ പാർട്ടി ആയിക്കോട്ടെ. പക്ഷെ അത് സെപ്പറേറ്റ് വിങ് ആണ്. അവർക്ക് ലൈസൻസ് ഉള്ള ആളുകളുണ്ട്. അത് നമുക്ക് ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലും മീൻസ് കേരളത്തിലും തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ കക്ഷിയുണ്ട്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ചെന്നൈ വരുന്നത്. ഇത് ഇദ്ദേഹം വന്നിരുന്നത് നവീൻ എന്നുള്ള കക്ഷിനെയാണ് പുള്ളി കൊണ്ടുവന്നത്. സ്റ്റിൽ ഇപ്പോഴും നവീൻ തന്നെയാണ്. കാരണം അതിന് പുള്ളിക്ക് ഇപ്പൊ എനിക്ക് അമ്മന്റെ ടേസ്റ്റ് അറിയാവുന്ന പോലെ നവീനും അമ്മന്റെ ടേസ്റ്റ് അറിയാം. അപ്പൊ ഓരോ പടത്തിനകത്ത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനം നവീൻ കൊണ്ടുവരും. അതിന് എല്ലാവരുടെയും ക്യൂരിയോസിറ്റി ആയിരിക്കും, സിനിമയിൽ ഉപയോഗിക്കുന്നത് ഒറിജിനൽ കണ്ണാണോ അല്ലാത്ത കണ്ണാണോ എന്നുള്ളത്. അതിപ്പോ ഒരുപാട് അതായത് എപ്പോഴും സിനിമയിൽ ഉപയോഗിക്കുന്ന ഒറിജിനൽ കണ്ണെന്ന് പറയുമ്പോഴത്തേക്കും ഒറിജിനൽ കണ്ണ് തന്നെ അവരെപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് കൂടെ ഉണ്ടാക്കും. അതായത് എല്ലാ കമ്പനികൾക്കും കോപ്പി പോലെ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഫ്രണ്ട് ഏരിയ അടച്ചതായിരിക്കുള്ളൂ, ക്യാപ്പ് അടച്ചതായിരിക്കുള്ളൂ. ഇത് ത്രൂ ഔട്ടിൽ ഇത് പോകില്ല. അതായത് അതിനകത്ത് എപ്പോഴും പാസിംഗ് ഉണ്ടാവത്തില്ല, ഗൺ ത്രൂ പാസിംഗ് ഉണ്ടാവില്ല. നമ്മൾ ഇടുന്നത് ഇവർക്ക് കിട്ടുന്ന ഫേക്ക് ആയിട്ടുള്ള ബുള്ളറ്റ് ഇവർക്ക് കിട്ടും, അത് ഫേക്ക് ആയിട്ടുള്ള ഇത് കിട്ടും. അപ്പോൾ പക്ഷെ അതിന് ലൈസൻസ് വേണം. പക്ഷെ അതിന് ലൈസൻസ് വേണം. അപ്പോൾ ഡിറ്റോ ഏത് ഗണ്ണാണോ കമ്പനി ഇറക്കുന്നത് അതിന്റെ തന്നെ കോപ്പി ഗണ്ണും കൂടി ഇറക്കുന്നുണ്ട്. അത് കൂടുതലും ഈ സിനിമ പർപ്പസിന് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അതിന് അപ്പോൾ ഇപ്പോൾ വേൾഡിൽ ഇറങ്ങുന്ന എല്ലാ ഗണ്ണിനും ഡൂപ്പ് വരുന്നുണ്ട്. ഈ ബിഗ് ബി പറയുമ്പോഴേ അതിലെ എനിക്ക് തോന്നുന്നു ബിഗ് ബിയുടെ ഒരു പോസ്റ്റ് റിലീസിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ആയ കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു മമ്മൂക്ക ഇരിക്കുന്ന ഈ ചെയർ. അതായത് അതിൽ ഭയങ്കര ഇയാളുടെ ആട്ടിത്വം. അതെ അതെ, അതെന്ന് എന്നോട് ഇതുപോലെ പറഞ്ഞു, 1-2 ചെയറുകളുടെ റെഫറൻസ് കൊടുക്കാൻ പറഞ്ഞിരുന്നു എങ്ങനത്തെ വേണം. അപ്പോൾ അങ്ങനെ അന്ന് നമ്മളൊരു ഡിസൈൻ എടുത്തിട്ടാണ് അങ്ങനത്തെ ഒരു ചെയറിലേക്ക് പുള്ളി ഇരുത്തുന്നത്. അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തായിരുന്നു ചെയർ. അതുപോലെ സോഫാസ് അന്ന് പുള്ളി ഒരു സ്ക്വയർ ടൈപ്പ്, അന്നൊന്നും ഒരു സ്ക്വയർ പാറ്റേൺ ഒന്നും നമ്മൾ യൂസ് തുടങ്ങിയിട്ടില്ലായിരുന്നു വീടുകളിലൊന്നും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇരിക്കുന്ന ഒരു വൈറ്റ് കളറുള്ള ഒരു വലിയൊരു സോഫ കണ്ടത്. അപ്പോൾ അതിനകത്ത് ഒരു ക്ലബ് സോങ് കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് എല്ലാം ഇങ്ങനത്തെ സോഫ. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഉണ്ടാക്കിയിരുന്ന സോഫാസ് ആയിരുന്നു. ഈ ക്ലൈമാക്സ് പോർഷൻ വന്നു കഴിഞ്ഞാൽ ധനുഷ്കോടിലാണുള്ളത്. അവിടെ ശരിക്കും ആർട്ട് ഡയറക്ടർക്ക് എന്താ ചെയ്യാനുള്ള സംശയം ഉണ്ടല്ലോ. അത് എംപ്റ്റി ലാൻഡ്, ഒരു ബാഗ് മാത്രം പ്രോപ്പർട്ടി. അല്ല, അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമാറ്റോഗ്രാഫറുടെ കണ്ണുകൂടെ കാണുന്ന ഒരു വിഷ്വൽ അല്ലേ. അപ്പോൾ ആക്ച്വലി സിനിമയെ പറയുന്നത് മുനമ്പം എന്നാണ് പറയുന്നത്. സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിന്റെയൊക്കെ ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നത്. അതായത് സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേര് മുനമ്പത്ത് ഈ സ്ഥലം വെച്ച് നടന്നിട്ടുണ്ട്. മുനമ്പത്തിൽ ഇത് എവിടെയാണെന്ന് അറിയിച്ചിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ രാമേശ്വരത്ത് പോകുന്നു. രാമേശ്വരത്ത് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ നമുക്ക് അപ്പോൾ അമലിനോട് ചോദിച്ചു, അമൽ എന്തെങ്കിലും വേണ്ടി വരുമോ? അപ്പോൾ ഒന്നും വേണ്ട ഭായി, ഒന്നും വേണ്ട, നമുക്ക് ചെന്നാൽ മതി എന്നുള്ളതല്ലേ. അപ്പോൾ അതായത് അമലിൻ്റെ മനസ്സിലുണ്ട് ആ സിനിമയുടെ എന്താണ് ആ ഫ്രെയിം എന്നുള്ള സംഭവം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾക്ക് ഒരു സിനിമ ലൊക്കേഷനിൽ ചെന്നതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളുടെ ആ ഫ്രെയിം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ ചെന്നതിന് ശേഷം ഡിസ്കസ് ചെയ്തിട്ട് ചിലപ്പോൾ മിക്ക ഡയറക്ടേഴ്സും ആംഗിൾ ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ അമല് അതെല്ലാം പ്ലാൻഡ് ആയിരുന്നു. ആ പ്ലാൻഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഞാനൊക്കെ പോയിട്ട് കൈ കെട്ടി നിൽക്കുകയും ചെയ്തത് ആ സമയത്ത്. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ആർട്ട് ഡയറക്ടർ ഒരു സിനിമയുടെ പാർട്ട് ആവുന്നത് അതിന്റെ പ്രീ ഡിസൈനിൽ തന്നെയുണ്ട്. അവിടെ നിന്ന് പ്രീ പ്രൊഡക്ഷനിൽ കൂടെയുണ്ട്, റെക്കയുണ്ട്. ശരിക്കും ഒരു ആർട്ട് ഡയറക്ടറുടെ എൻറ്റയർ പ്രോസസ് എങ്ങനെയാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് വരെ? അതായത് ഇപ്പൊ ഒരു കഥ, അതായത് സിനിമ തുടങ്ങുന്നതിന് ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ നിന്നാണ് അല്ലേ. അദ്ദേഹം ഇല്ലായ്മയിൽ നിന്നിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്, ഒരു കഥ എഴുതുന്നത്. അപ്പോൾ കഥ എഴുതി കഴിഞ്ഞാൽ അത് പേപ്പർ രൂപത്തിലായി. ഈ പേപ്പർ രൂപത്തിലായിട്ട് ഇതൊരു പ്രൊജക്റ്റിലേക്ക് പോകും. അതായത് ചിലപ്പോൾ ഒന്നെങ്കിൽ ഡയറക്ടറെ സമീപിക്കും, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ സമീപിക്കും, അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ സമീപിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു പ്രൊജക്റ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതിയ ആളുടെ കയ്യിൽ നിന്നും സ്ക്രിപ്റ്റ് ഡയറക്ടർ കിട്ടുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇത് അറിയിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഇനി ആ എന്താ പറയുക ഒരു ജന്മം, ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന അദ്ദേഹത്തിലൂടെയാണ് പിന്നീട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അവരുടെ പേപ്പർ മാത്രമേ ഉള്ളൂ. പേപ്പറും അതിനകത്ത് എഴുതിയിരിക്കുന്ന പശ്ചാത്തലങ്ങളും കഥകളും ക്യാരക്ടേഴ്സ് അല്ലോ. ഇനി വേണ്ടത് ഇത് എവിടെ ഷൂട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് ലൊക്കേഷൻ എന്നുള്ള കണ്ടുപിടുത്തം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഫിക്സ് ചെയ്യുന്നത് ഒരു കലാസംവിധായകനെയാണ്. അതിപ്പോൾ പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് ഉണ്ട്, കലാസംവിധായകർ, ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്. അന്നൊക്കെ ആർട്ട് ഡയറക്ടേഴ്സാണ് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അദ്ദേഹത്തിന് ഫിക്സ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഈ കഥയ്ക്ക് ഒരു പശ്ചാത്തലത്തിൽ എഴുതിക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ഒരു ഗ്രാമ പശ്ചാത്തലം, ചിലപ്പോൾ ഒരു കുന്നിൻ ചെരുവായിരിക്കാം. ഈ കുന്നിൻ്റെ ചുവട്ടിൽ
ഒരു ജംഗ്ഷൻ ഉണ്ടാവാം. ഈ ജംഗ്ഷനിൽ ഒരു പോലീസ് സ്റ്റേഷൻ, കള്ള് ഷാപ്പ്, ചായക്കടക്കായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ തപ്പി കിടക്കുമ്പോഴത്തേക്കും ജംഗ്ഷൻ കിട്ടും ചിലപ്പോൾ, പക്ഷെ അപ്പൊ ഈ കട ഉണ്ടാവണമെന്നില്ല. അതെ, കട കിട്ടുമ്പോൾ കുന്നുണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ എല്ലാം കൂടി ക്ലബ് ചെയ്ത് കിട്ടുന്ന ചാൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്താണ് കലാസംവിധായകന്റെ ബുദ്ധി അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഈ ജംഗ്ഷനിൽ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം, അവിടെയുള്ള കടകളെ എങ്ങനെ നമുക്ക് ചായക്കടയൊക്കെ മാറ്റാം, എങ്ങനെ പോലീസ് സ്റ്റേഷനാക്കി മാറ്റാം, എങ്ങനെ കള്ളുഷാപ്പൊക്കെ മാറ്റാം, അങ്ങനെ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവരുന്നത് കലാസംവിധായകനാണ്. ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. അതെ, അപ്പൊ അവിടെ നമുക്ക് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്ന വസ്തുക്കളെ എങ്ങനെ നമ്മൾക്ക് അഭ്രപാളികളോട്ട് പകർത്താനായിട്ട് അതിനെ കൊണ്ടുവരാം എന്ന് ഡിസൈൻ കൊടുക്കുന്നതും അതിനെ ഡയറക്ടറോട് സംസാരിച്ചുകൊണ്ട് ടെക്നിക്കലി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ രൂപത്തിലാക്കുന്നത് കലാസംവിധായകനാണ്. അപ്പോൾ അങ്ങനെ ഒരു സീനല്ല, ഈ സിനിമയിൽ ഒരു 60 സീൻ ഉണ്ടെങ്കിൽ ഈ 60 സീനിൽ ലൊക്കേഷൻ വേണം. 60 സീനിൽ ലൊക്കേഷനിലും 60 തരത്തിലുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസിൽ വേണം. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് കാണാൻ പോകുന്ന സീൻ, ഈ സീൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ചിലപ്പോൾ ഒരു സാധാരണ ഹിന്ദു വീട്ടിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്, പക്ഷെ അത് സിനിമയിൽ ചിലപ്പോൾ ഒരു മുസ്ലിം വീടായിരിക്കാം. അപ്പൊ ആ വീടിനെ നമ്മൾ മുസ്ലിംസിന്റെ വീടായിട്ട് ചിലപ്പോൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് എന്തായിരിക്കും പെട്ടെന്ന് തന്നെ മുസ്ലിം വീടുകളിൽ ഫോട്ടോസും സാധനം ഉണ്ടാകത്തില്ല, നമ്മളതെല്ലാം മാറ്റുന്നു, കുറച്ചും കൂടി ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള കർട്ടൻസും സാധനം ഉപയോഗിക്കുന്നു. അപ്പൊ തന്നെ ഒരു എന്താ പറയുക, ഒരു മുസ്ലിം ടച്ച് നമുക്ക് കിട്ടും. ലഡ്ഡു ജിലേബി അടക്കമുള്ള. അതെ, അപ്പൊ കൊണ്ടുവരുന്ന വസ്തുക്കൾ, അത് കൊണ്ടുവരുന്ന പ്രോപ്പർട്ടീസ് എങ്ങനത്തെ ആയിരിക്കും, അല്ലെങ്കിൽ കൊടുക്കുന്ന ചായ ഗ്ലാസ് എങ്ങനത്തെ ആയിരിക്കും. അപ്പോൾ ഇപ്പൊ ഒരിക്കലും ഒരു മുസ്ലിം വീടുകളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ബ്രാസിന്റെ കൊണ്ട് കൊടുക്കില്ല, അതൊരു നായർ തറവാട്ടിൽ കൊടുക്കും, അത് ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ ഓരോ ക്യാരക്ടറിനനുസരിച്ച് ഡിസൈൻ നമ്മൾ ചെയ്യുന്നു. അങ്ങനെ സിനിമയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വസ്തുവകകളും കൊടുക്കുന്ന ജോലി ഈ പറഞ്ഞ കലാസംവിധായകനെയാണ്. അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് ഇൻവോൾവ് ആയി ലൊക്കേഷൻ കണ്ട് ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റിനെ പിന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ട് പലതരത്തിൽ ഡിവൈഡ് ചെയ്ത് നമുക്ക് അതിനകത്ത് ഈ സീൻ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് ആക്ഷൻ പ്രോപ്സുമായി ഒന്ന് കണക്ട് ചെയ്യും. അതായത് ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന കൈ കൊണ്ട് തൊടുന്ന മെറ്റീരിയൽസ് എല്ലാം ആക്ഷൻ പ്രോപ്സ് എന്ന് പറയാം. ഇപ്പോൾ ചായ കുടിക്കുന്നത് അത് ചായ ഗ്ലാസ് ആക്ഷൻ പ്രോപ്സ് ആണ്, ഒരു പുസ്തകം എടുത്തിട്ടുണ്ടെങ്കിൽ പുസ്തകം ആക്ഷൻ പ്രോപ്സ്, ഒരു കുട എടുക്കുന്നതിന് കുട ആക്ഷൻ പ്രോപ്സ് ആണ്, ചിലപ്പോൾ കുട അവിടെ ഇരിക്കുകയാണെങ്കിൽ അത് ബാക്ക് ഡ്രോപ്പ് പ്രോപ്സ് ആണ്. അപ്പോൾ ഈ ആക്ഷൻ പ്രോപ്സ് എന്തൊക്കെയാണ് നമ്മൾ സീനിനകത്ത് വായിച്ചിട്ട് തരംതിരിക്കും. ഇനി ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം, എന്തൊക്കെ ഉണ്ടാക്കണം, മേക്ക് ചെയ്യണം, എന്തൊക്കെ കളക്ട് ചെയ്യണം, എന്തൊക്കെ അറേഞ്ച് ചെയ്യണം, എന്തൊക്കെ റെന്റിന് എടുക്കണം, ഇങ്ങനെ ഈ സീനിനെ ഡിവൈഡ് ചെയ്യും പല സാധനമായിട്ട്. അങ്ങനെ ഡിവൈഡ് തിരിച്ചുകൊണ്ട് ഓരോ സീനിലേക്കും വേണ്ട മെറ്റീരിയൽസ് പിന്നീട് നമ്മൾ ഉണ്ടാക്കുന്നു, കളക്ട് ചെയ്യുന്നു, റെന്റിനെടുക്കുന്നു. പിന്നീട് ആ സീനിലേക്ക് വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ കൊണ്ടുവരുന്നു, അത് സെറ്റ് ചെയ്യുന്നു, വെക്കുന്നു. അപ്പം അങ്ങനെ ഒരു പേപ്പർ വർക്ക് ഉണ്ട്, ആദ്യം പ്രീ പ്രൊഡക്ഷൻ വർക്ക് അങ്ങനെ പോകും. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നമുക്ക് ഏകദേശം കഴിഞ്ഞാൽ നമ്മൾ സിനിമക്ക് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ റെഡിയാകുന്ന നമ്മൾ സിനിമ ഷൂട്ടിംഗ് വരുമ്പോഴത്തേക്കും തലേ ദിവസമോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ദിവസമോ നമ്മൾ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വേണ്ട ജയിലുകളും ഓഫീസുകളും സ്റ്റേഷനറി ഐറ്റംസുകളും ഫയലും ഇതെല്ലാം റെഡിയായിട്ട് ഷൂട്ടിങ്ങിന് വേണ്ടി ഇവർ രാവിലെ 6:30 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സെറ്റ് റെഡി എന്ന് ഡയറക്ടർ പറയുന്നിടത്താണ് ക്യാമറമാന് ലൈറ്റപ്പ് ചെയ്യാനും അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പൊ അത്രയും പ്രോസസ്സിങ് ഒരു കലാസംവിധായകൻ ചെയ്യുന്നുണ്ട് സിനിമയിൽ. അടിപൊളി. ഇത് കുറെ പേര് കാത്തിരുന്നായിരിക്കും ഈ പ്രോസസ് എന്താ പറയുന്നത്. ഇതിൽ ഈ പറഞ്ഞ കുന്നിൻ ചെരുവ്, ചായക്കട അതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് നരനിലോട്ടാ. നരൻ ഭയങ്കര ഒരു ഐക്കോണിക് വർക്കാണല്ലോ. അതായത് നിങ്ങൾ അതിലൊരു നാടാണല്ലോ സെറ്റ് ചെയ്തത്. അതൊരു കുഞ്ഞു സ്പേസ് അല്ല, ഈ മുള്ളൻകൊല്ലിയെ ക്രിയേറ്റ് ചെയ്തെടുക്കാണ്. പുഴ, കവല, അമ്പലം, വേലായുധന്റെ ഏരിയ, കേളപ്പേട്ടന്റെ വീട്, ഈ ഒരു നാട് സെറ്റിംഗ്. അപ്പൊ അതിലൊരു ഫസ്റ്റ് ബ്രീഫ് എന്തായാലും കണ്ടോ? അതായത് ഇപ്പൊ ആ സിനിമ കണ്ടപ്പോൾ ആ സിനിമയുടെ കഥയിലോട്ട് ചെല്ലുമ്പോൾ രഞ്ജൻ പ്രമോദായിരുന്നു എൻ്റെ എഴുത്തുകാരൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എടാ ഇത് ഒരു കേരളത്തിലുള്ള ഒരു നാട്, ആദ്യം ആരും കാണാത്തൊരു നാടായിരിക്കണം, പുഴ കടന്നു ചെല്ലുന്ന നാടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ മനസ്സിലൊരു രൂപം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു പുള്ളിക്ക് വയനാടാണ്. പുള്ളി വയനാടായതുകൊണ്ട് മുള്ളംകുരുന്ന സ്ഥലം പുള്ളി കണ്ടിട്ടുണ്ടാവാം, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഫ്രഷാണ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് പുള്ളി തരുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് വരുന്നത്. അപ്പോഴും പുള്ളി തന്നെ പറഞ്ഞു, എടാ അക്കരയിൽ നിന്ന് പോയി എന്ന് വിളിച്ചാൽ ഇക്കരെ കേൾക്കണം, കടത്തുകടവ്, അങ്ങനത്തെ കടത്തുകടവാണ് പുള്ളിയുടെ മനസ്സിലുള്ളത്, അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ക്യാമറനെ കുറേ തപ്പി നടന്നു. പക്ഷെ അപ്പോൾ അന്ന് കേരളത്തിലെ കടവുകൾ കേരളത്തിൽ തപ്പിയെടുത്തപ്പോൾ വെച്ചാൽ കേരളത്തിലെ കടവുകൾക്ക് ആഴം കൂടുതലാണ്, തീരം കുറവാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ സീക്വൻസ് കൂടുതൽ സീക്വൻസ് നടക്കുന്നതും ഈ തീരത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ അത് കിട്ടാതായി. മാത്രമല്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസമാണ്. അപ്പം മഴ പ്രശ്നം. അപ്പം അങ്ങനെയാണ് ഇതിനെ ആ സമയത്ത് ഞങ്ങൾ കുറേ സിനിമകൾ പൊള്ളാച്ചി ചെയ്തിട്ടുണ്ട്. പൊള്ളാച്ചിയിൽ നമുക്ക് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് പൊള്ളാച്ചി ആദ്യം പോയി. പക്ഷെ പുഴകളൊന്നും വന്ന് അവിടെ വെള്ളം ഒഴുകി പോകുന്നില്ല, ഡ്രൈ ആണ്. അങ്ങനെയാണ് കാച്ച്മെന്റ് ഏരിയ പിടിക്കുക എന്നുള്ളൊരു ഐഡിയ വരുന്നത്.
അങ്ങനെ ആളിയാർ എന്ന് പറഞ്ഞ കാച്ച്മെന്റ് ഏരിയയിലാണ് നമ്മൾ പുഴത്തീരം കാണിക്കുന്നത്. അക്കരയും ഇക്കരയൊക്കെ ഒരു സ്ഥലത്ത് തന്നെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും സിനിമയുടെ പേര് മുള്ളംകൊല്ലി എന്നാണ്. അപ്പോൾ എപ്പോഴും പ്രേക്ഷകനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു സൈക്കോളജിക്കൽ സംഭവമുണ്ട്. ഒരു പ്രേക്ഷകനോട് നമ്മൾ സിനിമയുടെ ഫസ്റ്റ് പറയുന്ന ഒരു സീനിനകത്തോ അല്ലെങ്കിൽ ലൊക്കേഷനിലോ എന്തെങ്കിലും എലമെന്റ്സിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ബ്രെയിനിലോട്ട് സാധനം കയറും. അപ്പോൾ മുള്ളംകൊല്ലി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ മുള്ള് എന്നുള്ള സാധനം എപ്പോഴും കയറും. മുള്ളംകൊല്ലി എന്ന് പേരിട്ട് നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത്, പക്ഷെ മുള്ളുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ പിള്ളേരോട് പറഞ്ഞു, വസ്തുതയുടെ നമുക്ക് എപ്പോഴും മുള്ളുവേലികൾ നമുക്ക് എല്ലാ സീനിലും കാണിക്കാം, അതുകൊണ്ട് മുള്ളുവേലി കളക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാലക്കാട് നിന്ന് മുള്ളുകൾ വാങ്ങിച്ചിട്ട് വേലി ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ സെറ്റ് വെണ്ടർ പുറത്ത് കയറ്റിയിട്ട് ഇത് കൊണ്ടു നടക്കും. അപ്പോൾ ഒരു സീൻ എടുക്കുന്ന സമയത്ത് ഈ മുള്ളുവേലി സെറ്റ് ചെയ്യും. അപ്പോൾ ഓരോ സീനിനകത്തും ഓരോ വീടിന്റെ ഫ്രണ്ടിലും അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴികളിലും എല്ലാം ഈ മുള്ളുവേലികളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് പറയണമെന്നില്ല, പക്ഷേ പ്രേക്ഷകന്റെ മനസ്സിലോട്ട് ഈ ഫ്രെയിമിൽ എപ്പോഴും മുള്ളുവേലി കിടപ്പുണ്ടാവും. അത് പറയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി അവരുടെ ബ്രെയിനിലോട്ട് കയറും. അപ്പോൾ മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ പേര് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ആവും. അങ്ങനെയാണ് ആ സിനിമയിൽ ഒരു മുള്ളംകൊല്ലിയിലോട്ട് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ അതിന്റെ ലൊക്കേഷൻ അമ്പലം നമ്മൾ സെറ്റ് ഇട്ടായിരുന്നു, അതിന്റെ കവല നമ്മൾ സെറ്റ് ഇട്ടാണ്, അങ്കലക്കുരി സംസ്ഥാന കവല സെറ്റ് ഇട്ടത്. പിന്നെ ഈ പറഞ്ഞ കടവുകളും അങ്ങനെ ഒരു നമ്മളുടെ ദേവേനയുടെ വീട് കാണിക്കുന്നത് അതിന്റെ ഫ്രണ്ട് ഏരിയ സെറ്റായിരുന്നു, കിണർ സെറ്റായിരുന്നു. അതിന്റെ കിണറിനകത്ത് വീഴുന്നത് അന്ന് സി ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. അതിന്റെ കിണറ്റിൽ വെള്ളം കാണിക്കാതെ സി ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു മുള്ളംകൊല്ലി, ഞാൻ കാണാത്തൊരു മുള്ളംകൊല്ലി എനിക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചായിരുന്നു. അതിൽ തന്നെ ഭയങ്കര രസമുള്ള തോന്നിയിട്ടുള്ളത് ഈ ആ രാത്രി വേലായതിന് അടിക്കാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ ഈ റിഫ്ലക്ടർ ഒട്ടിച്ച് അത് എനിക്കൊണ്ട് ജോർജ് സാറിന്റെ ഐഡിയ ആയിരുന്നു അങ്ങനെ സാധനം ചെയ്യാന്നുള്ളത്. റിഫ്ലക്ടർ ഒട്ടിച്ചിട്ട് അടിക്കുക, അത് എന്തായാലും അടിക്കാൻ വരുമ്പോൾ കറണ്ട് പോകുന്നറിയാം, കറണ്ട് പോയി കഴിഞ്ഞാൽ ആളെ കണ്ടടിക്കുക എന്നുള്ള സാധനം. അതെ, ഈ ആക്ഷൻ ബ്രോ പറഞ്ഞപ്പോ ഈ ഭീമൻ രഘു ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസിന് ശേഷം ഈ വടിയെടുത്ത് കുത്തിവെക്കുമല്ലോ, ആ വടി അത് എപ്പോഴും നമുക്ക് ആ വടി പല വടികൾ പിടിപ്പിക്കുന്നത്. പുള്ളി ആ സ്ഥലത്തുള്ള വടികളല്ലേ പുള്ളി കൂടുതൽ കുത്തിവെക്കുന്നത്. പിന്നീട് പുള്ളിയുടെ കയ്യിൽ കൊടുക്കുന്ന അതായത് അപകടം പറ്റിയതിനു ശേഷം പുള്ളിക്ക് പരിക്ക് പറ്റിയതിനു ശേഷം കുത്തിവെക്കുന്ന കടിയാണ് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെനിക്കൊണ്ട് അന്ന് നമ്മൾ ആദ്യം ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ഭംഗിയായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ സാർ ഭംഗിയുള്ള വേണ്ട, ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണം, അതൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നെ അതിനുശേഷമാണ് അപ്പോൾ ക്യാരക്ടർ അങ്ങനത്തെ ആയതുകൊണ്ടാണ് പിന്നീട് ഉപയോഗിച്ച വടി അങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ ആ വടി നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരെണ്ണമല്ല അതിന്റെ 2-3 ഉണ്ടാക്കി വേണം. ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ അടുത്ത് കൊടുക്കാൻ വേണം. അതുകൊണ്ട് അതിന്റെ 2-3 വടികളുണ്ടായിരുന്നു, അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ചാരായം എന്തായാലും ശരിക്കും ചാരായം നമ്മൾ സിനിമയിൽ കുറെ ടെക്നിക്കുകൾ കണ്ടത്. ഇപ്പൊ ചാരായിട്ട് കാണിക്കുന്നത് ചാരായ എപ്പോഴും കളർ ക്രിസ്റ്റൽ ക്ലിയർ ആയിക്കില്ല, അതുകൊണ്ട് നാരങ്ങയാണ് നമ്മൾ കാണിക്കുന്നത്. ഈ പുഴയെ പറ്റിയിട്ടുള്ള കഥകൾ കുറെ കേട്ടിട്ടുണ്ട്. പുഴയില് മറ്റേ ലാലായിട്ട് ഇറങ്ങി നീന്തുന്നത് കുറച്ച് സമയം മുതലേ ഉണ്ടായിരുന്നു. അല്ല, അത് സത്യം തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ കണ്ട ഈ ആളിയാറാണ് നമ്മൾ ഷൂട്ട് ചെയ്തതെങ്കിലും പിന്നീട് കുത്തിയൊഴുകുന്ന പുഴ ഷൂട്ട് ചെയ്തത് ഹൊഗനക്കൽ എന്നുള്ള സ്ഥലത്താണ്. കാരണം നമുക്ക് ഒരു ഫേക്കായിട്ട് വെള്ളപ്പൊക്കം കാണിക്കണം. അപ്പൊ ഞങ്ങൾ ലൊക്കേഷൻ കണ്ടതിന് ശേഷം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി വെള്ളപ്പൊക്കം ആയിട്ടുണ്ടായിരുന്നു. കാരണം കബിനി ഡാം അന്ന് മൈസൂർ മഴ പെയ്താൽ അവിടെ നിന്നുള്ള വെള്ളം വരുന്നത് ഈ വഴിക്കാം. അപ്പോൾ അന്ന് കബിനി ഡാം ഓപ്പൺ ചെയ്തിട്ട് വെള്ളം ഏകദേശം 1.5 കിലോമീറ്ററോളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കരയുടെ ഭാഗത്ത് വരെയും വെള്ളം കയറി കിടക്കുന്ന സമയത്താണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷെ അതുകൊണ്ട് ഈ ഡാം ഓപ്പൺ ചെയ്തിരുന്നതുകൊണ്ട് അതുവഴി മുതലകളും പിന്നെ നീർനായയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഷൂട്ട്. അപ്പോൾ എല്ലാവർക്കും പേടി ഉണ്ടായിരുന്നു, പക്ഷെ ലാലേട്ടനെ പേടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഒരു സെക്യൂരിറ്റി ഇല്ലാണ്ട് ലാലേട്ടനൊക്കെ അതൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. അതിൽ ഈ മരത്തടി നമ്മൾ ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഒറിജിനൽ മരം കൊണ്ട് ഒരിക്കലും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. അതിന്റെ വെയിറ്റും സാധനം നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു ഷോട്ട് ഒഴുക്കി വിടാന്നല്ലാതെ പിന്നീട് നമുക്ക് റീഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സിനിമയിൽ എപ്പോഴും ഒരു ദിവസം കൊണ്ട് എടുക്കുന്ന സീൻസുകളല്ലല്ലോ അത്. 3, 4, 5 എനിക്കൊണ്ട് അത് തന്നെ ആ ഒരു സീക്വൻസ് ഒരാഴ്ച കൊണ്ടൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കണം. അതിന് ഡൈ ഉണ്ടാക്കിയത് മാക്സിമം വലിയ തടി നോക്കിയിട്ട് പൊള്ളാശിയിൽ നിന്നാണ്, ഒരു മരക്കടയിൽ നിന്നാണ് അതിന്റെ ഡൈ ഉണ്ടാക്കുന്നത്. ആ ഡൈ എടുത്ത് നമ്മൾ ഒരു ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ടാങ്കർ ലോറിയുടെ സിസ്റ്റം ചെയ്തിരിക്കണം. അതായത് 3 അറ ചെയ്തായിരുന്നു. കാരണം വെച്ചാല് ഇപ്പൊ നമ്മള് ഫുൾ തടിയാണെങ്കിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഒഴുകി പോകുമ്പോഴത്തേക്കും അത് കുത്തി കഴിഞ്ഞാൽ മൊത്തം എല്ലാ വെള്ളം കൊണ്ട് സ്ഥലത്താവും, മറ്റേത് വെയിറ്റ് വന്നു. അപ്പൊ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല, ആർട്ടിസ്റ്റ് കംഫർട്ട് ആയിക്കത്തില്ല. അപ്പോഴാണ് ഈ കുഞ്ഞുനാളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സ്കൂളിനടുത്ത് ഈ ടാങ്കർ ലോറി അന്ന് ഊറ്റിയ പരിപാടിയൊക്കെ ഉണ്ട്. സ്പിരിറ്റൊക്കെ ഊറ്റുന്ന പരിപാടികളാണ് ടാങ്കർ ലോറി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പോഴാണ് ഈ ടാങ്കർ ലോറിയിൽ 3 അറ ഉണ്ടാക്കുന്നത്. 3 അറയും 3 ക്യാപ്പ് ഉണ്ടാവും. അപ്പോഴാണ് മനസ്സിലായത് ഇത്
അന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. അതായത് കയറ്റം കയറുമ്പോഴത്തേക്കും വണ്ടി മറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ 3 അറ, അപ്പോൾ ഈക്വലായിട്ട് 3 സ്ഥലത്തും വരും. ആ സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് മരത്തടിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്കൊരു അന്ന് നമ്മൾ ഒരു ഒബ്സർവേഷൻ നടത്തിയത് ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഡെയിലി ഞങ്ങൾ ഈ മരം വെള്ളം നിറച്ചിട്ട് കരയെ കൂടെ നോക്കുമായിരുന്നു. അപ്പോൾ കാരണം വെച്ചാൽ അവിടെ ആനശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആന വന്ന് പൊട്ടിക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് ചുമന്ന് കരയിൽ കയറ്റി വെച്ചതിന് ശേഷം ഡെയിലി ഷൂട്ട് ചെയ്തത്. അങ്ങനെയാണ് തടി ഉണ്ടാക്കിയിരിക്കുന്നത്. പുതിയ സിനിമകളിൽ ഇനി പ്രധാനപ്പെട്ട സിനിമകൾ എന്താണ്, ഏതാണ് അടുത്തത്? അടുത്തത് തീർച്ചയായിട്ടും വരാൻ പോകുന്നത് ഒരു മൾട്ടി സ്റ്റാർ പടം തന്നെയാണ്. അതിന്റെ ഔദ്യോഗികമായിട്ട് അനൗൺസ്മെന്റ് നടന്നിട്ടില്ല. മഹേഷ് നാരായൺ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. അതിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ബിലാലുണ്ടോ? ബിലാൽ ഉടനെ ഇല്ല, പക്ഷെ ഉണ്ട്. ബിലാലിന്റെ പണിപ്പുരലാണ് അവൻ എപ്പോഴും. കാരണം ഈ അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആൾക്കാർ ഈ എവിടെ ചെന്നാലും ബിലാൽ ബിലാൽ എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും പ്രതീക്ഷിക്കുന്ന സിനിമ കൊണ്ട് അത്രയും എക്സ്പെർട്ട് എടുത്ത് തന്നെയാണ് സിനിമ ഇറക്കാൻ. അപ്പൊ അതിന്റെ പണിപ്പുരയിൽ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ബിലാലിന് വേണ്ടി അമലേട്ടൻ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്, അത്രയും എഫേർട്ട് നിങ്ങളും തലയില് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി കാണാം. പക്ഷെ അത് ഇപ്പോഴും എന്താണെന്നുള്ളത് ഇപ്പൊ അമലിന്റെ മനസ്സിന്റെ ഉള്ളിലാണ് ആ സാധനം ഉള്ളത്. വേറെ ആർക്കും അറിയാൻ പാടില്ല, കൂടെയുള്ളവർക്ക് പോലും അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ഞങ്ങൾക്കും അറിയില്ല. അത് എപ്പോ അനൗൺസ് ചെയ്യണോ അതിന്റെ പിറ്റേ ദിവസമൊക്കെ നമ്മളൊക്കെ അറിയാൻ വേണ്ടിയുള്ളൂ ഇതാണ് സാധനം. അന്ന് എറണാകുളത്ത് 3-4 ATM ഉള്ളൂ, ആകെ ATM ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക്. അപ്പൊ സാറേ ഇത് നമുക്ക് തുറന്നു കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ നീ നിന്റെ ഐഡിയൽ സാധനം ഉണ്ടാക്കുന്ന പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിന് കാർഡ് ഇട്ട് കഴിഞ്ഞാൽ കാർഡിനെ വലിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്, അതിന് റീഡ് ചെയ്ത് ഇങ്ങനെയാണ് വേണ്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ ടെക്നോളജി ഭയങ്കര ടെക്കിയാണല്ലോ കാണിക്കുന്നത്. പക്ഷേ ഈ ടെക്കിയുടെ ഉള്ളിൽ ഞങ്ങളിരിക്കുന്നത്